പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Thank you, Jesus. Thank you, Holy Spirit. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന് നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും വാടമൂടിയതും തിന്മകൾക്ക് സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ആമേൻ. ഹല്ലേലൂയ.
കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, പാടുവാൻ, സ്തോത്രം ചെയ്യുവാനും ഒക്കെ ലഭിച്ച നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആമേൻ, തുടക്കം തന്നെ ആമേൻ പ്രാർത്ഥന എന്ന് പറയുന്ന ആമേൻ ഒരു അന്തരീക്ഷത്തിലേക്ക് കയറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്തു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ സന്തോഷമുള്ളവരൊക്കെയും ദൈവത്തെ ഒന്ന് ആമേൻ നന്നായിട്ടൊന്ന് സ്തുതിച്ച് ആമേൻ ഹല്ലേലൂയ ആ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് എന്നെ ആയുസ്സും ആരോഗ്യത്തോടും കൂടി ആമേൻ ഇന്ന് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന വലിയ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് ആമേൻ സന്തോഷത്തോടൊന്ന് പറഞ്ഞാട്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഇന്ന് ഈ ആമേൻ ഹല്ലേലൂയ ഈ സമയത്ത് നമുക്കൊരുമിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ് ഇന്ന്. 13, 14 ഈ 2 വാക്യങ്ങളിലാണ് നാം ഇന്ന് പ്രഭാതത്തില് അല്പമായ അതിനകത്ത് നിന്നും ചില കാര്യങ്ങളൊന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്താണ് ഇന്ന് നമ്മുടെ ജീവിതത്തോട് ഇന്ന് ഇടപെടേണ്ടത്, ആമേൻ അപ്രകാരം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിന്റെ സന്നിധിയിൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ ആമേൻ അതിന്റെ 4-ാം അധ്യായം 4 verse 13 and 14. 4-ാം അധ്യായം അതിന്റെ 13, 14 chapter 4 verse 13. Yeah. When the devil had finished all this tempting, he left him until an opportune time. Jesus returned to Galilee in the power of the Spirit, and news about him spread through the whole countryside. He taught in their Mother sister. Amen. Thank you, Jesus. Hallelujah. നമ്മളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ പറയുന്ന ഒരു വലിയ വേർഡാണ്. സാത്താന്റെ തോൽവിയെ കുറിച്ചാണ് പറയുന്നത്. സാത്താൻ തന്റെ പരീക്ഷകളെല്ലാം അവസാനിപ്പിച്ച് ദൈവത്തിൽ നിന്നും യേശുവിൽ നിന്നും മാറിപ്പോകുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവാത്മാവ് നമ്മളോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, നമുക്കറിയാം ഈ ഒരു വേർഡ് ഇങ്ങനെ ഇവിടെ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശുവിന്റെ പിറകെ പരീക്ഷകനായിട്ട് പിശാച് പോയി. ശ്രദ്ധിക്കണം, യേശു ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷകൾ തുടക്കം കുറിക്കുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏരിയയിൽ തൊട്ടാണ് പിശാച് പരീക്ഷകനായി കടന്നു ചെന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അടുത്ത പദം പറയുന്നത്, പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. നമ്മളിത് മുമ്പ് കേട്ടിട്ടുള്ള വചനഭാഗങ്ങളാണല്ലോ. പക്ഷെ എന്നാൽ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വിഷയമാണ്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുപോയി. അതെന്താണ് അങ്ങനെ ഒരു വേർഡ് അവിടെ പറയപ്പെടുന്നത്? പിശാച് അവനിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എല്ലാ പരീക്ഷകളും തികച്ച ശേഷം.
ഒരിക്കലും പിശാചിന് ഒരു പ്രവൃത്തി തികയ്ക്കുവാൻ കഴിയത്തില്ല. പക്ഷെ യേശു കർത്താവിന്റെ മുൻപിൽ യേശു കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. യേശു കർത്താവിന് വിശന്നപ്പോൾ കല്ലെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ അപ്പമാക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞ വേർഡ് എന്താണെന്നറിയാമോ? യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കും. ഓരോ മേഖലയ്ക്കകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും യേശു പറഞ്ഞത് എല്ലാം അവൻ പറയുന്ന, അതായത് പിശാച് യേശുവിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അവന് അതിന്റെ കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്തു. നമ്മുടെ ജീവിതത്തില് ഇന്ന് ലോകത്ത് നാം ആയിരിക്കുന്ന ഈ സമയങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് മറുപടി കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. സാത്താന്റെ പരീക്ഷകൾക്കകത്ത് നാം അകപ്പെട്ടു പോകുന്നവരായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന്റെ ആഴത്തെ ഒരിക്കൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതാണ്. ആ അനുഗ്രഹത്തിന്റെ പാതയ്ക്കകത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഇപ്പോഴും നമ്മൾക്ക് കഴിയാഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണം അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം നമ്മൾക്ക് തരികയും, ഞാൻ ആരെയും ക്രിട്ടിസൈസം ചെയ്തല്ല ഈ പ്രഭാതത്തിൽ പറയുന്നത്, നമ്മുടെ ലൈഫിനകത്തിൽ പലപ്പോഴും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് സാമ്പത്തിക മേഖലയെന്നല്ല ഞാൻ പറയുന്നത്. പല രീതിയിൽ നമ്മളെ അവൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. യേശു കർത്താവിനോട് അത്രയും പിശാചിന് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനോട് എത്രത്തോളം ആയിരിക്കും എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രഭാത സമയത്ത് കർത്താവ് നമ്മളോട് അരുളപ്പാട് ചെയ്ത ഈ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. എന്നാൽ അടുത്ത പദത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഏത് വലിയ പ്രതിസന്ധിക്ക് അകത്തൂടെ കടന്നുപോയി കഴിഞ്ഞാലും, ഏത് വലിയ പ്രതികൂലത്തിന്റെ അകത്തൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആത്മാവിന്റെ ശക്തിയോടെ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവാത്മാവിന്റെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിന്റെ ശക്തി. തന്റെ ശിഷ്യന്മാർ കൂടിയിരുന്ന് 120 പേരുടെ മാളിക മുറിക്കകത്തിരുന്നപ്പോൾ തങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടത് ആത്മശക്തിയാണ്. എങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയണം. അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് നമ്മളെ തകർക്കുന്നത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും വലിയൊരു വിഷയമാണ്. ഹല്ലേലൂയ. അതുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് ചില കാര്യങ്ങളൊന്ന് സംസാരിച്ചു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. യോഹന്നാൻ, ജോൺ ചാപ്റ്റർ 12:31. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഈ ലോകത്തിന്റെ പ്രഭു മനുഷ്യ മനസ്സിനെ കീഴടക്കുവാൻ ശ്രമിക്കുന്നു. അതല്ലേ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സിനെ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ യഥാർത്ഥമായും ദൈവത്തിലേക്ക് ആശ്രയിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അവന്റെ ചിന്തകളെ മാറ്റിക്കളയുന്ന, അവന്റെ ചിന്താമണ്ഡലങ്ങളെ തിരിച്ചു കളയുന്ന പൈശാചിക തലങ്ങളുടെ ശക്തി ഈ ലോകത്ത് മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ ഹല്ലേലൂയ, നമ്മളെപ്പോലുള്ള കുറച്ചു പേര് യേശുവിന്റെ വചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് പൈശാചിക മണ്ഡലമാണ്, ഹല്ലേലൂയ, ഇതിനോട് എതിർത്ത് നിൽക്കണം, ഇതിനെ എതിർത്ത് നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് പറയും. ഞാൻ ശ്രദ്ധിക്കണം, കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഈ ലോകം മുഴുവനും സാത്താന്യ മണ്ഡലത്തിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുപേരായ നാം നിൽക്കുമ്പോൾ എത്രത്തോളം ബലത്തോടെ നിന്നാൽ കഴിയും, എത്രത്തോളം ആത്മശക്തിയോടെ നമ്മൾക്ക് നിന്നാൽ കഴിയും, നമ്മൾ ഈ ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ.
ഈ പ്രഭാതത്തിൽ 1-2 നിമിഷങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയണം. കർത്താവേ, ആമേൻ, അല്പമേ ഉള്ളുവെങ്കിലും അതിനെ ഒന്ന് ആമേൻ ഉയർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൊന്ന് ആമേൻ എന്നെ ഒന്ന് കൂടുതൽ ഒന്ന് ബലത്തോടെ നിർത്തുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് ആമേൻ എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും? അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒരല്പസമയം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഈ വചനം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ആമേൻ, എന്നെ ഒന്ന് ആത്മബലത്തോടെ ഒന്ന് നിർത്തുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിനകത്ത് ഞാൻ പിടിച്ചു നിൽക്കും. കാരണം ഹല്ലേലൂയ, സ്തോത്രം, പ്രതികൂലം വരുമെന്നേ. കാരണം ഈ ലോകത്തിന്റെ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, പ്രതികൂലത്തിനകത്തില് അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കുറച്ചുപേർ മാത്രമാണ് നമ്മൾ ഉള്ളത്. ആമേൻ, ദൈവത്തെ അറിയുകയും ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ കഴിയുന്ന കുറച്ചുപേർ. ആമേൻ, അനേകര് സാത്താന്യ മണ്ഡലത്തിനകത്തിൽ കീഴ്പ്പെട്ടു പോകുമ്പോൾ ആമേൻ സ്വർഗം പറയുന്നു, ആമേൻ, അതിന്റെ നടുവിലും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ബലത്തോടെയാണെന്ന് പറയുവാൻ കഴിയണം. മനസ്സിലായോ? ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങൾക്കകത്തും ആമേൻ കുറച്ചുപേരാണ് നാം, പക്ഷെ നമ്മൾ ജയിച്ചവരാ. ഇന്നും നാം ജയിച്ചവരാ. ആമേൻ, എത്ര വലിയ പ്രതികൂലത്തിന്റെ അകത്തൂടെ കടന്നുപോയാലും ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ഇനി ഒരു ജോലി കിട്ടിയില്ലെങ്കിലും ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജീവിതത്തിനകത്തിൽ എന്തൊക്കെ ദൈവം എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്റെ ജീവിതത്തിനകത്ത് ലഭിക്കും. പക്ഷേ അവൻ ഇപ്പോൾ അത് ലഭിച്ചിട്ടില്ല, ഇനി അത് ലഭിക്കാൻ പോകുന്നു. നമ്മൾ വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിനകത്തിൽ കടന്നു വരുന്നു. പക്ഷെ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയും, എത്രത്തോളം ദൈവസന്നിധിയിൽ നാം ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, പൈശാചിക മണ്ഡലങ്ങൾക്ക് ആമേൻ നമ്മളെ ചെറുത്ത് നിൽക്കുവാൻ കഴിയാതെ വരും. ഇത് തന്നെയാണ് യേശു കർത്താവിലൂടെ സംഭവിച്ചത്. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻകറേജ് ചെയ്യുന്നു നിങ്ങളെ, നമ്മളെ ഓരോരുത്തരും ആമേൻ ഹല്ലേലൂയ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉയരട്ടെ. ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ നിന്ന് ജയിച്ചു കയറുവാൻ തക്കവണ്ണം ആമേൻ ഈ ലോകാധിപതികളുടെ ശക്തികൾക്കകത്തു നിന്നും ജയിച്ചു കയറുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. അന്യഭാഷകളിൽ 1-2 നിമിഷങ്ങൾ കർത്താവിനോട് പറഞ്ഞ് ഹല്ലേലൂയ ലിബ്രമാമ ശെഖേറ്റേലേരിയാർതനാരിക ദിൽബനഗഡഗസിയാന്തന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4. ആമേൻ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ചാപ്റ്റർ 4:4. ആമേൻ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ. കണ്ടോ? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ. 2 കൊരിന്ത്യർ 4:4 ആണ് നമ്മൾ വായിച്ചത്. In their case, the God of the present world has blinded the minds of the unbelievers, so that the light of the glorious gospel of Christ, who is the image of God, would not shine into them. ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പം ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന ഒരാളെ ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിനൊരു ദൈവമുണ്ട്. പക്ഷെ നമുക്കും ഒരു ദൈവത്തെ, കാരണം ഇതെല്ലാം ആമേൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായതുകൊണ്ട് ആമേൻ അവനെ ദേവപർവ്വതത്തിൽ നിന്ന് വെട്ടിക്കളയുമ്പോ അവനും ചില എന്താ പറയുന്നത് പല കാര്യങ്ങളും അവൻ അവിടെ ഉണ്ടായിരുന്നതൊക്കെ അവൻ നഷ്ടപ്പെട്ടു. പക്ഷെ അവൻ പലതും പിടിച്ചെടുത്തു. ഈ ലോകത്തിന്റെ മുമ്പിൽ അവൻ പലതും പിടിച്ചെടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ മുൻപിൽ പിശാച് സാത്താന്യഗോളം പലതും പിടിച്ചെടുത്തു. ആമേൻ, പലരെയും തകർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. തലമുറകളെ ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് അവൻ പിടിച്ചെടുത്തത്? ആമേൻ, മനുഷ്യനെ തന്നെ ശ്രദ്ധിച്ചേ. ആമേൻ, റിയൽ ദൈവത്തെ അറിയാതെ എന്താണ് ആമേൻ ദൈവമെന്നുള്ള ഈ ഭൂമിയെ ഈ ഭൂമുഖത്തെ സകലത്തിനെയും സൃഷ്ടിച്ചവൻ, ആമേൻ ഈ അണ്ടകടാരങ്ങളെ സൃഷ്ടിച്ചവൻ നമ്മുടെ നടുവിൽ ആമേൻ കടന്നു വന്ന് നമ്മളോട് കൂടെ ജീവിച്ച്
പാലസ്തീന്റെ പച്ചമണ്ണിൽ കാൽ വെച്ച് നടന്ന് ആമേൻ മരക്കുരിശെടുത്ത് ക്രൂശിന്മേൽ മരിച്ച് ആമേൻ സാത്താന്യ ലോകങ്ങളെ കീഴ്പ്പെടുത്തി സാത്താനെ അവന്റെ കാൽ ചുവട്ടിൽ വെച്ച് ആമേൻ അവന്റെ തലയെ ചവിട്ടി ആമേൻ ഈ ലോകത്തു നിന്നും മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവന്റെ മക്കളാണ് നമ്മൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ മക്കൾ ആമേൻ ഒരു സാത്താന്യ ശക്തിക്കും കീഴ്പ്പെടാൻ ഇടവരരുത്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി പറയുന്ന ഒരൊറ്റ വേടാണ്, ഞാൻ ഇപ്പോൾ പോകുന്നു, ഞാൻ പോയതിനു ശേഷം നിങ്ങൾക്ക് ഞാനൊരു കാര്യസ്ഥനെ അയക്കും. നിങ്ങളൊരു മർമ്മം മനസ്സിലാക്കണം. ആമേൻ, ആ കാര്യസ്ഥൻ നമ്മളെ വിട്ടു പോകുന്നില്ല. പക്ഷേ ഈ ലോകത്തിന്റെ ദൈവം, അതായത് സാത്താന്യ ശക്തി, ഒരു മനുഷ്യനെ വിട്ടു പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ നിത്യ നരകത്തിലേക്കുള്ള യാത്രയായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയാണ് നാം ചെയ്യേണ്ടത്. ഈ ലോകത്തിൽ ദൈവത്തെ അറിയാതെ ആമേൻ കർത്താവിനെ അറിയാതെ കിടക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതിലേക്ക് ദൈവത്തെ കൊടുക്കുക, ദൈവം ആരാണെന്നും ദൈവത്തെ റിയലായിട്ട് മനസ്സിലാക്കുവാനുള്ള ശക്തി അവന്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ആത്മ അഭിഷേകം പ്രാപിച്ചവരായി നമ്മൾ തീരണം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഇതൊരു വലിയ മർമ്മമാണ്. ഹല്ലേലൂയ. എഫേസ്യർ എഴുതിയ ലേഖനം, അതിനു മുന്നുമേ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 16:11. ആമേൻ, ഹല്ലേലൂയ. അതൊന്ന് വായിക്കുക. ജോൺ ചാപ്റ്റർ 16:1-6-11. ഞാനത് വായിക്കുകയാണ്. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. ശ്രദ്ധിച്ചോ? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. കാരണം എന്താണെന്നറിയാമോ? പിശാച് കുത്തി നിറച്ചു വെച്ചിരിക്കുക പലതും. റിയൽ ആയിട്ടുള്ള ആമേൻ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്ന, നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന ഹോളി സ്പിരിറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ എന്നേക്കുമായിട്ട് നിത്യജീവനിലേക്ക് കടന്നു പോകേണ്ട നമ്മളെ ആമേൻ ഹല്ലേലൂയ ഈ ലോകത്ത് തന്നെ തകർത്തെറിഞ്ഞ അവന്റെ രാജ്യത്തിന്റെ ആമേൻ ഹല്ലേലൂയ വലിപ്പം കൂട്ടുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞവരും യേശുവിനെ തിരിച്ചറിഞ്ഞവരും യേശുവെന്ന് പറയുന്ന ആമേൻ ഹല്ലേലൂയ സത്യത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റിക്കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ദൈവരാജ്യത്ത് നടക്കാനിരിക്കുന്ന വിഷയങ്ങളെ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നത് പൈശാചിക ശക്തിയാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ശക്തമായി ഇടപെടുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. മറഞ്ഞിരിക്കാനല്ല, പിന്നെയോ ആമേൻ പടപൊരുതി ജയിച്ച് മറ്റുള്ളവരെ കൂടി ദൈവരാജ്യത്തിനു വേണ്ടി തിരിച്ചു പിടിച്ച് ആമേൻ ഹല്ലേലൂയ സാത്താന്യ മണ്ഡലങ്ങൾക്കല്ല, പകരം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സാത്താന്റെ തോൽവിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പിന്നെയോ ആമേൻ ഹല്ലേലൂയ ആത്മീക ശക്തി നമ്മൾ കൈവരിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എടുത്തു വന്ന വചനഭാഗം എനിക്കൊന്നും തേക്കാൻ കഴിയത്തില്ലെങ്കിലും ആമേൻ 1-2 കാര്യങ്ങളുടെ മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തില് ആമേൻ ഹല്ലേലൂയ എഫേസ്യർ എഴുതിയ ലേഖനം അതിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, എഫേസ്യൻ ചാപ്റ്റർ 6:12. ആമേൻ അവിടെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആമേൻ ഹല്ലേലൂയ. നമുക്കൊരു കാര്യം ഉറപ്പാക്കിയേക്കണം. നമ്മളെ പടപൊരുതി അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ ആമേൻ അതിനെ ഒരു മനുഷ്യനല്ല, അവന്റെ പിന്നിൽ നിന്ന് വരുന്ന ശക്തിയാണ്.
അതാണ് പൈശാചിക ശക്തി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരിക്കലും പൈശാചല്ല. അവനിൽ വ്യാപരിപ്പിക്കുന്ന, അവനെ വ്യാപരിപ്പിക്കുന്ന, അവന്റെ ശരീരത്തെ അവനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതാണ് പൈശാചിക അന്ധകാര ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഫോർ വി റെസ്റ്റിൽ നോട്ട് അഗൈൻസ്റ്റ് ദ ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗൈൻസ്റ്റ് റൂളേഴ്സ്, against power, against the princes of the darkness of this world, against the spiritual weakness in the heavenly places. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അന്ധകാരത്തിന്റെ ശക്തികൾ എന്ന് പറയുമ്പോ ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിയേണ്ടത് പൈശാചിക മണ്ഡലമാണ്. അതിനെ നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നോ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അടുക്കാതിരിക്കുവാൻ തക്കവണ്ണം, പൈശാചിക സ്പിരിറ്റ് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. 1 ദിനവൃത്താന്തം അതിന്റെ 21 വായിക്കുന്നു. 1 ദിനവൃത്താന്തം. ഹല്ലേലൂയ. ശബന ധരമസി അന്ധര. 1 ദിനവൃത്താന്തം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഈ പൈശാചിക ശക്തികളെ കുറിച്ച് അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അടുത്ത പദം പറയാണ്, ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും എന്റെ യജമാനനായ രാജാവേ, അവരെയൊക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന്റെ കുറ്റത്തിന് കാരണമായി തീർന്നത് എന്തിനെന്ന് പറഞ്ഞു. ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. And Satan stood up against Israel. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്കെതിരെ പൈശാചിക ശക്തി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ എവിടെയൊക്കെയോ ചില കുറവുകളുണ്ട്. ഞാൻ കുറവുകളെ പറയാനല്ല ഞാൻ ഈ പ്രഭാതത്തിൽ വന്നത്. ഹല്ലേലൂയ. ജയിച്ചവരാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ അനുഗ്രഹത്തെ തടയാൻ വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇനിയും മുന്നേറുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവരായിരിക്കണം നാം ഓരോരുത്തരും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ആത്മീകമായിട്ടുള്ള ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കകത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. അത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. ഒതുക്കി വെച്ച സ്ഥലത്തു നിന്നും പിശാച് എവിടെയാണോ നമ്മളെ ഒതുക്കി നിർത്തുന്നത് അവിടെ നിന്ന് നമ്മൾ പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ 120 പേരുടെ മാളിക മുറിക്കകത്തിൽ കയറിയ പത്രോസിന്റെയും തന്റെ കൂടെയുള്ള സഹോദരങ്ങളുടെയും ജീവിതത്തിനെ ദൈവത്തിന് വഴിമാറ്റി വിടുവാൻ കഴിയുമെങ്കിൽ, ഞാൻ വേഗത്തിൽ അത് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ നിർത്തുകയാണ്. ആത്മശക്തി പ്രാപിച്ചവരായി പുറത്തു വരുമ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നത് കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ അവിടെ നിന്ന് മൂവ് ആകാൻ തുടങ്ങും. എവിടെയാണോ സ്റ്റക്കാക്കി വെച്ചത്, എവിടെയാണോ ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്നത്, ആ ബ്ലോക്കിനകത്തു നിന്നും കർത്താവ് നമ്മളെ ഉയർത്താനായിട്ട് തുടങ്ങും. ഓരോ വ്യക്തികളിലേക്കും ഇന്ന് പ്രഭാതത്തിൽ ആ ആത്മശക്തി വ്യാപരിക്കപ്പെടട്ടെ. അതുകൊണ്ടാണ് യേശു കർത്താവ് പുനരുത്ഥാനം നടക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പോകുന്നു, ഞാൻ എന്റെ കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ഇവിടം വിട്ട് പോകരുത്. ഹല്ലേലൂയ.
കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ കാര്യസ്ഥനെ അയക്കും, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ ബലപ്പെടുത്തും, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾക്കകത്തും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു കീ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഈ പ്രഭാതത്തിൽ. ആമേൻ ഹല്ലേലൂയ. ആത്മശക്തി പ്രാപിച്ചവർ, ആത്മാവിന്റെ ശക്തിയോടെ നിൽക്കുന്നവർ, ആമേൻ ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ആമേൻ ഹല്ലേലൂയ, അങ്ങ് തന്ന കീ, അങ്ങ് തന്ന ഈ പരിശുദ്ധ ആത്മാവ്, ആമേൻ ഹല്ലേലൂയ, സാത്താന്യ മണ്ഡലങ്ങളെ കീഴടക്കുവാനുള്ളതാണ്. ഏതു പ്രതികൂലങ്ങൾക്കകത്തും ഞാൻ ആമേൻ പിടിച്ചു നിൽക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ ആമേൻ വ്യാപരിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഒരുമിച്ച് കരങ്ങളെ അടിച്ചു അന്യഭാഷകളിലോ 1-2 നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. പ്രതികൂലത്തിനകത്തൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആമേൻ. ഈ ലോകത്തിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, പ്രതികൂലമായി നിൽക്കുന്ന പൈശാചിക ശക്തികൾ എനിക്കെതിരെ വരുമ്പോൾ ആമേൻ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ എനിക്കുണ്ടാകണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവ് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിലേക്ക് ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സാത്താന്റെ ശക്തികളെ കീഴ്പ്പെടുത്തുന്നവരായി നമ്മൾ മാറട്ടെ. നമ്മൾ വായിച്ച ഭാഗം എങ്ങനെയാണ്? യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയുകയാണ്, നിന്റെ ആമേൻ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പിതാവിനെ നീ പരീക്ഷിക്കരുത്. ഞാൻ ഈ ഭൂമിയിൽ വന്നു ആമേൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തിട്ട് പോകും. ആമേൻ ഹല്ലേലൂയ. നിനക്കെന്നെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇത്രയുള്ള അതിന്റെ മർമ്മം ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറെ കാലത്തേക്ക് വിട്ടുമാറി എന്ന് വെച്ചാൽ ഇനിയും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കൃപയ്ക്കകത്ത് നിന്നാൽ ഇവന് തൊടാൻ കഴിയത്തില്ല. ആത്മശക്തിയിൽ നിന്നാൽ ഈ പിശാചിന് തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷമാണ് 14-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി. ഒരൊറ്റ വേടാണ്, അവൻ നിനക്കെന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ അകത്ത് കിടക്കുന്നത് ആമേൻ എനിക്ക് പിതാവ് പകർന്നു തന്ന ആത്മശക്തിയാണ്. എന്റെ പിതാവ് എനിക്ക് പകർന്നു തന്ന ആത്മശക്തിയെ തകർക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കും കഴിയത്തില്ല. ഞാൻ ഈ പ്രഭാതത്തിൽ ആമേൻ എന്നെ കേൾക്കുന്ന ദൈവജനത്തിനോട് പറയുന്നു, ആമേൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ തകർത്ത് കളയുവാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. പിന്നെ എവിടെയാണ് നമുക്ക് പാളിച്ച ഉണ്ടാകുന്നത്? നമ്മുടെ വാക്കുകളിൽ, ആമേൻ, നമ്മുടെ പ്രവൃത്തികളിൽ, നാം അറിയാതെ സംഭവിക്കുന്ന നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ അതിനെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ആമേൻ, കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് അറിയിപ്പിക്കുന്ന ഒരൊറ്റ വേടാണ്, ആമേൻ, നീ ഒരിക്കലും തോൽക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ജയിച്ചവരാണ് നമ്മൾ, ജയിച്ച അപ്പന്റെ മക്കളാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നു? ജയിച്ച അപ്പന്റെ മക്കളാണ്. ഒരിക്കലും തകർത്ത് കളയത്തില്ല. ഏത് പ്രതിസന്ധിക്കകത്തിലും ജയിക്കുവാനുള്ള ഒരാത്മശക്തി നമുക്ക് വേണ്ടി കർത്താവ് പകർന്നിട്ടുണ്ട്. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എനിക്കിന്ന് ആത്മശക്തി എനിക്ക് വേണം. ആ ആത്മാവിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ഏത് പ്രതികൂലത്തെയും ജയിക്കുവാനുള്ള ഒരാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കട്ടെ. സാന്നിധ്യത്തിൽ, ആമേൻ, സാന്നിധ്യത്തിന്റെ നിറവിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം സാത്താന്യ ശക്തികളെ കീഴ്പ്പെടുത്തുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ എന്റെ ജീവിതത്തിനകത്തിൽ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. ആമേൻ ഹല്ലേലൂയ. അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവ ഇത് എവിടെയെങ്കിലും ആമേൻ ഹല്ലേലൂയ എന്നിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ
ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ അതിനെ ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ, അതിനെ ഒന്ന് റീക്രിയേഷൻ ചെയ്യുവാൻ വേണ്ടി ആമേൻ ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും ബ്ലെസ് ചെയ്യട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.